ആ കമ്പനിയിൽ ഞാൻ ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് ഇവിടുത്തെ പ്രൊജക്ട്സ് ചെയ്തുകൊണ്ട് അത്രയും പ്രാക്ടിക്കലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഞാനിപ്പം കറൻ്റ്ലി ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് PK ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ഡിഗ്രി ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് IT ഫീൽഡാണ്. ഞാൻ IT ഫീൽഡിലേക്കൊരു കരിയർ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ ഡാറ്റ റിലേറ്റഡ് ആയി വർക്ക് ഇങ്ങനെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഞാൻ അതിൽ ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു ബിസിനസ് അനലിറ്റിക്സ് പറയുന്ന കോഴ്സ് ഉണ്ട്. അപ്പം അത് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും പിന്നെ BCom ബാക്ക്ഗ്രൗണ്ട് BCom ആയതുകൊണ്ടും ഞാൻ ബിസിനസ് അനലിറ്റിക്സ് ഇങ്ങനെ എടുക്കാനുള്ള ചോയ്സിലെത്തി. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ കോഴിക്കോട് തന്നെ ഇവിടെ ഏറ്റവും നല്ല കോഴ്സ് ആരെ പ്രൊവൈഡ് ചെയ്യുന്ന ലിസ്റ്റ് ഇങ്ങനെ തപ്പി. അപ്പം എനിക്ക് ആകെയുള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ കോഴ്സിൽ പ്രാക്ടിക്കൽ നോളജ് ഇമ്പോർട്ടൻസ് ഉണ്ട്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള കോർപ്പസിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടി. അപ്പം ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ ലേണിംഗ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് 4 മന്ത് ബിസിനസ് അനലിറ്റിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഞാനൊരു ഇന്ത്യനായിട്ട് വർക്ക് ചെയ്ത് ജെൻ കോർപ്പസിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ മെൻറ്റേഴ്സാണ്. നമ്മളെ മെൻറ്റേഴ്സ് പറഞ്ഞാൽ അടിപൊളി നല്ല മെൻറ്റേഴ്സാണ്. നമുക്ക് ഏത് ടൈമാണെങ്കിലും നമ്മൾ സപ്പോർട്ടീവ് ഉള്ള മെൻറ്റേഴ്സ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരിക, അതൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളത് പറഞ്ഞാൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്ട്സ് കാര്യങ്ങൾ. ഈ പ്രൊജക്ട്സ് കാര്യങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം കറൻ്റ് വർക്ക് ചെയ്യുന്ന ഫേമിൽ ഞാൻ ഇപ്പോൾ ഒരു ഫ്രഷറായിട്ടാണ് എൻ്റർ ചെയ്തത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്, എബൌട്ട് 1000 എംപ്ലോയീസ് ഉള്ള കമ്പനി. അപ്പോൾ ആ കമ്പനിയിൽ ഞാൻ ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് ഇവിടുത്തെ പ്രൊജക്ട്സ് ചെയ്തുകൊണ്ട് അത്രയും പ്രാക്ടിക്കലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പം ഇവിടെ അത്രയും പ്രാക്ടിക്കൽ നോളജ് ഞാൻ ഗെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നതും. അത് എങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം, പ്രാക്ടിക്കലി നമ്മളിപ്പോൾ തിയറി മാത്രം പഠിക്കുന്നത് പകരം പ്രാക്ടിക്കലി അതെങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കും. അങ്ങനെ സിസ്റ്റം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും വലിയൊരു ഫേമിൽ തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ. അപ്പം ഇവിടെ ഞാൻ ഇപ്പം കറൻ്റ് ഇവിടെ നിന്ന് ഒരു 8+ പ്രൊജക്റ്റോ അതിന് കൂടുതൽ ഞാൻ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബിൽഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പം കറൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഫേമിൽ എത്താൻ കാരണം തന്നെ. ഇപ്പം നിങ്ങളൊരു പ്രാക്ടിക്കൽ നോളേജ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എന്തായാലും ജെൻ കോർപ്പസിന് അത്രയും റെക്കമെൻഡ് ചെയ്യും. കാരണം എൻ്റെ ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജെൻ കോർപ്പസ് എന്ന് പറയുന്നത്.